എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണു അച്ഛനെ കാണാതെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ അവർ പറയും, നമ്മുടെ എല്ലാവരും പറയും ചിലപ്പോൾ വീടിൻ്റെ വടക്കേ അറ്റത്തുണ്ടാവും, നമുക്ക് അവിടെ പോയി നോക്കാം. അങ്ങനെ ഡോറ് തുറക്കുമ്പോഴത്തേനും രാഘവൻ നായർ ഇങ്ങനെ കുറേ പഴംപൊരി സ്വീറ്റ്സ് എല്ലാം എടുത്ത് ഇങ്ങനെ കുറേ വാരിക്കൂട്ടി ഇങ്ങനെ കഴിക്കുകയാണ്. ഇത് കണ്ട് വിഷ്ണുവിന് സങ്കടം ഭയങ്കര വിഷമാവുന്നു. അപ്പം നമ്മുടെ സത്യഭാമ പറയുന്നു, വെറുതെ അല്ല സാധനങ്ങളെല്ലാം കാണാതാകുന്നതെന്ന് പറയുന്നു. അപ്പോൾ സത്യഭാമയോട് പറയും, നീ എനിക്ക് തരാത്തത് കൊണ്ടല്ലേ ഞാനിതൊക്കെ ചെയ്യുന്നതെന്നുള്ള രീതിയിലൊക്കെ പറയും കേട്ടോ. അപ്പോൾ വിഷ്ണു അച്ഛൻ്റെ അടുത്ത് പോയിരുന്ന് ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സുസ്മിതയും ഭർത്താവിനെയാണ് കാണിക്കുന്നത്. സുസ്മിത പാചകം പഠിക്കുകയാണ്. അപ്പോൾ പുള്ളി പറയും, നീ ഒരു കാര്യം ചെയ്യും, ആദ്യം പാചകം ചെയ്ത് പഠിക്കണം എന്ന് പറയും. അങ്ങനെ മീൻ വറക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. അപ്പോൾ മീൻ വറുത്ത് കഴിയുമ്പോഴത്തേനും അത് കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ സുസ്മിത പറയില്ല, ഞാൻ ചന്ദ്രബോസ് പറഞ്ഞ ആ ഷെഫിൻ്റെ അടുത്ത് പോയി പഠിക്കും എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയാം. അങ്ങനെ മത്സരത്തിന് വേണ്ടി നമ്മുടെ സുസ്മിത ഒരുങ്ങുകയാണ്. ഏത് രീതിയിലും വിജയിക്കുക എന്നതാണ് നമ്മുടെ സുസ്മിതയുടെ ലക്ഷ്യം. പിന്നീട് നമ്മുടെ വിഷ്ണു ആണെങ്കിൽ നമ്മുടെ സുബൈർക്കയോട് കാര്യങ്ങളൊക്കെ പറയുന്നു. ഇങ്ങനെ എനിക്കൊരു ലോറി ഓടിക്കാൻ താല്പര്യമില്ല, ഇനി ഒരു ഓട്ടോ വാങ്ങണം, അതിനെന്നെ സഹായിക്കണം എന്ന് പറയുന്നു. അപ്പോൾ സുബൈർക്ക പറയും ഓട്ടോ വാങ്ങിക്കാം, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ പറയും, വേണ്ട, മേടിച്ച് തരണ്ട, എനിക്കൊരു ലോണിനെ സഹായിച്ചാൽ മതി എന്ന് പറയും. അതിനെന്താ ഞാൻ സഹായിക്കാം, എൻ്റെ ആവശ്യമില്ല, കളക്ടറൊന്ന് വിളിച്ച് പറഞ്ഞാൽ മാത്രം മതിയല്ലോ എന്ന് പറയും. അപ്പോൾ പറയും, അത് വേണ്ട, അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇക്കയോട് സഹായം ചോദിച്ചതെന്ന് പറയും. അപ്പോൾ പറയും, ഞാൻ ചെയ്തു തരാമെന്ന് പറയും. അപ്പം വിഷ്ണു പറയും, ഞാനത് കുറച്ച് ലോൺ അടച്ച് തീർത്തോളാം എന്ന് പറയും. അപ്പം സുബൈർക്ക് പറയും, അത് നല്ല കാര്യമാണ്, അവനവൻ്റെ ആകുമ്പോൾ അത് ചെയ്യാനൊരു ആത്മാർത്ഥതയൊക്കെ കാണുമെന്ന് പറയും. അങ്ങനെ പറഞ്ഞിങ്ങനെ പോവുകയാണ്. പിന്നീട് നമ്മുടെ ശാലിനി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശാന്ത അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ശാന്തയോട് പറയും, അമ്മ കാണണ്ട, പൊക്കോളാൻ പറയും. അപ്പോഴത്തേനാണ് ശാരദ ടീച്ചർ ഇറങ്ങി വരുന്നത്. ശാന്ത എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവരുടെ സ്നേഹപ്രകടനം കണ്ടപ്പോൾ നമ്മുടെ ശാലിനി അത്ഭുതപ്പെടും, എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. അങ്ങനെ നോക്കുമ്പോഴത്തേനും ശാലിനിയുടെ എല്ലാ കഥകളും പറയുകയാണ് ശാന്തയല്ല ശാരദ ടീച്ചർ, നിൻ്റെ തലയിൽ മാത്രമല്ല ബുദ്ധി, എൻ്റെ തലയിലും ഉണ്ടെന്ന് പറയും. അപ്പോൾ ശാരദ ടീച്ചർ മനഃപൂർവ്വം തന്നെയാണ് ശാന്തയെ അങ്ങോട്ടേക്ക് അയച്ചത്, കാരണം അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശാന്തയോട് പറയും, നിൻ്റെ കാര്യം നീ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നുണ്ടല്ലോ എന്നുള്ള കാര്യമൊക്കെ പറയും. അങ്ങനെ മറ്റേ ഫുഡ് കോമ്പറ്റീഷൻ്റെ കാര്യമൊക്കെ പറയും. സത്യഭാമ മത്സരിക്കാൻ പോകുന്നുണ്ട്, കാരണം രാഘവൻ നായർക്ക് മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് പണം ആവശ്യമുണ്ട്, അതുകൊണ്ട് മത്സരത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയെന്ന് പറയും. അപ്പോൾ ശാരദ ടീച്ചർ പറയും, എന്നെ അവർ വന്ന് കണ്ടിരുന്നു, മത്സരിക്കാൻ വേണ്ടി പറഞ്ഞു, പക്ഷേ ഞാൻ അവരോട് മത്സരിക്കാനൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു ഒഴിവാക്കി എന്ന് പറയും. അങ്ങനെ അവർ പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ശാലിനിക്ക് ഉള്ളിലൊരു ഇത് വരുന്നുണ്ട്, കാരണം ശാരദ ടീച്ചറും കൂടെ മത്സരിച്ച ആൾക്കാർക്ക് കാണാനൊരു രസം ഉണ്ടാകും. സത്യഭാമയും ശാരദ ടീച്ചറും മത്സരിക്കുന്ന പറയുന്നുണ്ട്, അതുകൊണ്ട് അമ്മയെ കൊണ്ട് എങ്ങനെയും ആ മത്സരത്തിൽ പങ്കെടുപ്പിക്കുക എന്നതാണ് നമ്മുടെ ശാലിനിയുടെ ലക്ഷ്യം. അത് ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശാരദ ടീച്ചർ മത്സരത്തിലേക്ക് ഒരുങ്ങുകയാണ് പോകാൻ വേണ്ടി. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് നമ്മുടെ നൂറ് വന്നിട്ട് മത്സര കാര്യങ്ങളൊക്കെ നമ്മുടെ സത്യഭാമയോട് ഇങ്ങനെ പറയുകയാണ്, ആരൊക്കെ മത്സരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യം തന്നെ പറയുന്നു, നമ്മുടെ സുസ്മിത മത്സരിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന സത്യഭാമയ്ക്ക് മനസ്സിലാവും, എന്തായാലും കുരുട്ട് ബുദ്ധിയായിട്ടായിരിക്കുമല്ലോ വരുന്നത്, കാരണം ഇവരെ എങ്ങനെയും തറ പറ്റിക്കുക എന്നതാണ് നമ്മുടെ സുസ്മിതയുടെ ലക്ഷ്യം. പിന്നത്തത് ആരാന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, നമ്മുടെ ശാരദ ടീച്ചർ, കുടുംബശ്രീ ശാരദ ടീച്ചറാന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സത്യഭാമ ഒന്ന് ഞെട്ടുന്നുണ്ട്, കാരണം ശാരദ ടീച്ചർ മത്സരിച്ച് കഴിഞ്ഞാൽ തനിക്കത് കിട്ടില്ല എന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം. അപ്പോൾ ശാരദ ടീച്ചർ മത്സരിച്ച് കഴിഞ്ഞാൽ അതൊരു തനിക്ക് വെല്ലുവിളിയാവുമെന്ന് നമ്മുടെ സത്യഭാമയ്ക്ക് അറിയാം. അപ്പോൾ സത്യഭാമ ഇത് കേട്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. പിന്നീട് നമ്മുടെ വിഷ്ണു ഓട്ടോ ഒക്കെ ഓടിക്കുന്നു. അങ്ങനെ ഈ നാളത്തെ എപ്പിസോഡ് ഒരുവിധം നല്ല എപ്പിസോഡായി പോകുന്നുണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.